സൂത്രം 47 നിർവിചാര സമാധിയിലൂടെ നേടിയെടുക്കുന്ന ആന്തരിക വ്യക്തതയാണ് ആധ്യാത്മിക പ്രസാദ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത സൂത്രത്തിൽ, സൂത്രം 48, ആ അധ്യാത്മ പ്രസാദയുടെ അവസ്ഥ, ആ അവസ്ഥയുടെ ഫലം, ഋതംബര പ്രജ്ഞ എന്നിവ എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ്. ഋതംഭര തത്ര പ്രജ്ഞ, തത്ര ആ അവസ്ഥയിലുള്ള, ആ അധ്യാത്മ പ്രസാദ അവസ്ഥയിലുള്ള പ്രജ്ഞ ബുദ്ധിയെ ഋതംബര എന്ന് വിളിക്കുന്നു. ആ അവസ്ഥയിലുള്ള ബുദ്ധിയെ ഋതംബര എന്ന് വിളിക്കുന്നു. ഋതം എന്ന് പറഞ്ഞാൽ സത്യം, ഭര എന്ന് പറഞ്ഞാൽ വഹിക്കുന്നത്. സത്യത്തെ വഹിക്കുന്ന ബുദ്ധിയെയാണ്, പ്രജ്ഞയെയാണ് ഋതംബര പ്രജ്ഞ എന്ന് പറയുക. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് യോഗയുടെ പ്രഥമമായ ലക്ഷ്യം. സാധാരണ നമ്മൾ നേടുന്ന അറിവുകൾ ഒന്ന് ശാസ്ത്രങ്ങളിൽ നിന്നാണ്, മറ്റൊന്ന് അനുമാനത്തിൽ നിന്നാണ്, ഊഹത്തിൽ നിന്നാണ്. ഈ അനുമാനത്തിൽ നിന്നോ ശാസ്ത്രങ്ങളിൽ നിന്നോ വേദങ്ങളിൽ നിന്നോ ഉരുത്തിരിഞ്ഞതല്ലാത്തതും സ്വതസിദ്ധവും അവബോധജന്യവും പൂർണവുമായ അറിവാണ് ഋതംബര പ്രജ്ഞ. എല്ലാത്തിനെക്കുറിച്ചും വേദാതീതമായ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും. ഋതംബര പ്രജ്ഞയിൽ മിഥ്യാജ്ഞാനത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാകില്ലെന്ന് വ്യാസഭാഷ്യത്തിൽ പറയും. കാരണം അത് സത്യത്തെ മാത്രമാണ് പ്രകാശിപ്പിക്കുന്നത്. വൃത്തിയും ഓർമ്മയും കൊണ്ട് നിറം പിടിപ്പിച്ച സാധാരണ ജ്ഞാനവുമായി അദ്ദേഹം അതിനെ താരതമ്യം ചെയ്യുന്നുണ്ട്. ഇവിടെ മനസ്സ് പൂർണ്ണമായും തെളിഞ്ഞ ഒരു സ്ഫടികം പോലെ സത്യം മാത്രം പ്രതിഫലിപ്പിക്കുന്നു. ചിത്തവൃത്തിയിലൂടെ ഉണ്ടാകുന്ന അറിവുകൾ അത് അഹംബോധത്താൽ മലിനമായിരിക്കും. ഇവിടെ മനസ്സ് തെളിഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് ഋതംബര പ്രജ്ഞയിൽ ഉണ്ടാവുന്നത്. ഋതംബര പ്രജ്ഞ എന്നത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള അറിവാണെന്ന് വാചസ്പതി മിശ്ര ഊന്നിപ്പറയും. ഇത് കേട്ടുകേൾവിയല്ല, മറിച്ച് നേരിട്ടുള്ള ആത്മാനുഭവമായി തീരുന്നു. വൈദിക ജ്ഞാനത്തെപ്പോലും വേദജ്ഞാനത്തെപ്പോലും അറിവുകളെപ്പോലും ശാസ്ത്രീയമായ അറിവുകളെപ്പോലും മറികടക്കുന്ന അവബോധജന്യമായ ജ്ഞാനമാണ് ഋതംബര പ്രജ്ഞ എന്ന് ഭോജൻ എടുത്തു കാണിക്കുന്നു. ഒരാൾ യഥാർത്ഥത്തിൽ ഒരു ഋഷിയായി തീരുന്നു. സമാധ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന യോഗി ആദ്യം സ്ഥൂല രൂപ ധ്യാനം പരിശീലിക്കുന്നു. ഈ സന്ദർഭത്തിൽ ചിത്തത്തിൽ സ്ഥൂലരൂപത്തിൻ്റെ വിശദാംശങ്ങളും പ്രകാശിക്കും. ഇത് ധ്യാനരൂപവുമായി ബന്ധപ്പെട്ട മറ്റനേകം ചിന്തകളിലേക്കും മനസ്സിനെ നയിച്ചേക്കാം. ഈ ഒന്നാം ഘട്ടത്തെയാണ് സവിതർക്ക സമാധി എന്ന് പറയുന്നത്. ധ്യാന പരിശീലനം കൃത്യമായി ചെയ്യുന്ന യോഗിയുടെ ചിത്തം ക്രമേണ ഏകാഗ്രമാകും. മനസ്സ് സ്ഥൂലരൂപത്തിൻ്റെ വിശദാംശങ്ങൾ വിട്ട് രൂപത്തിൻ്റെ ആശയതലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രാപ്തി നേടുന്നു. ഈ രണ്ടാം ഘട്ടമാണ് നിർവിതർക്ക സമാധി. മൂന്നാം ഘട്ടത്തിൽ രൂപത്തിൻ്റെ ചൈതന്യ സ്വരൂപത്തിലേക്ക് ചിത്തം ഏകാഗ്രമാകും. ഇവിടെ രൂപമല്ല, ചൈതന്യം മാത്രം. അപ്പോഴും രൂപത്തിൻ്റെ ദേശകാല വിശദാംശങ്ങൾ ചൈതന്യത്തോടൊപ്പം മിന്നിമായി. ഈ ഘട്ടത്തെയാണ് സവിചാര സമാധി എന്ന് പറയുക. രൂപത്തെയും ദേശകാലങ്ങളെയും വിട്ട് ചൈതന്യം മാത്രം പ്രകാശിപ്പിക്കുന്നതാണ് നിർവിചാര സമാധി. ധ്യാനാവസ്ഥയിൽ ഏറെക്കുറെ സവിചാര സമാധി വരെ നമ്മൾ എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്തുന്നുണ്ടാവും.
വീണ്ടും ആ ധ്യാനം സ്ഥിരമായി പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നിർവിചാര സമാധിയിലേക്ക് എത്തിച്ചേരും. ഈ 4-ാം ഘട്ടം ബോധം സ്വരൂപം തന്നെ പ്രകാശിപ്പിക്കുന്നു. ഈ അവസ്ഥയിലുള്ള പ്രജ്ഞയെയാണ് ഋതംബര പ്രജ്ഞ എന്ന് പറയുന്നത്. ഇവിടെ ജ്ഞാനസ്വരൂപം തന്നെയാണ് വിളങ്ങുന്നത്, സത്യം മാത്രമാണ് വിളങ്ങുന്നത്. ധ്യാനത്തിൻ്റെ ഈ 4 തലങ്ങളിലും അടിസ്ഥാനമായി ഒരു രൂപം സ്ഥൂലമായോ സൂക്ഷ്മമായോ ചൈതന്യമായോ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 4 സമാധികളെയും സബീജ സമാധി എന്ന് പറയും. സൂത്രം 17 സംപ്രജ്ഞാത സമാധി എന്ന് പറഞ്ഞതും ഇത് തന്നെയാണ്. ഈ ഘട്ടത്തെയും കടന്നാലാണ് സൂത്രം 18 പറഞ്ഞ, ഇനി സൂത്രം 51 പറയാൻ പോകുന്ന നിർബീജ സമാധിയിലേക്ക് എത്തിച്ചേരുക. ഋതംബര പ്രജ്ഞ പ്രകാശിക്കുന്ന നിർവിചാര സമാധി എന്ന് പറയുന്നത് യോഗയുടെ ഒരു ഉയർന്ന ഘട്ടമാണ്. അതിനുമപ്പുറത്താണ് ഈ നിർബീജ സമാധി, അസംപ്രജ്ഞാത സമാധി എന്നൊക്കെ പറയുന്ന അവസ്ഥ. 49-50 സൂത്രങ്ങളിൽ ഋതംബര പ്രജ്ഞയുടെ പ്രത്യേകതകളാണ് പറയുന്നത്. അത് തുടർന്ന് വരുന്ന വീഡിയോകളിൽ വിവരിക്കാം.